വെൽക്കം ടു റിജൻ PSK ക്ലാസ്സസ്. ഐ എം സോണസി ഫ്രാൻസിസ്, യുവർ കെമിസ്ട്രി ടീച്ചർ. നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ചാപ്റ്റർ ഹൈഡ്രജൻ ആയിരുന്നു. അതിൻ്റെ 5 സെഷൻസ് കഴിഞ്ഞു. ഇന്ന് 6ാമത്തെ സെഷനാണ്. ഇനോർഗാനിക് കെമിസ്ട്രിയാണ് പഠിക്കുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വിടാതെ ഫോളോ ചെയ്യുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു എന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ, അതിനെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലേ. ഇനി അതിനകത്ത് ചെറിയൊരു ഭാഗം കൂടിയും ബാക്കിയുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ 1 മണിക്കൂറോളം ആ വീഡിയോ എത്തിയത് കൊണ്ട് നമ്മൾ ആ ഒരു ചെറിയ പോർഷൻ കൂടി അതിനുള്ളിൽ ഉൾപ്പെടുത്തിയില്ല. ഇന്ന് ഹാർഡ് വാട്ടർ ആൻഡ് സോഫ്റ്റ് വാട്ടർ ടോപ്പിക്കിലെ ആ ചെറിയൊരു സെക്ഷൻ കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. സോ ലെറ്റ് us ഡിസ്കസ് ദ ടോപ്പിക്. നമ്മൾ ഹാർഡ് വാട്ടറിലെ ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, M2+ ആയിരുന്നു ഭീഷണി അല്ലേ. സോപ്പിന് ഭീഷണി ഉണ്ടായിരുന്നത് കാൽഷ്യം അയോൺസും മഗ്നീഷ്യം അയോൺസും. നമ്മൾ പല മെത്തേഡുകളിലൂടെ ഈ M2+കളെ മാറ്റിയിരുന്നു. ഒരു മെത്തേഡ് ബൈ ട്രീറ്റ്മെൻറ്റ് വിത്ത് വാഷിംഗ് സോഡ, പിന്നീട് കാൽഗോൺസ് മെത്തേഡ്, പിന്നീട് സിയോളൈറ്റ് മെത്തേഡ്, പിന്നീട് സിന്തറ്റിക് റെസിൻസ് മെത്തേഡ്. അങ്ങനെ പല മെത്തേഡിലൂടെയും വെള്ളത്തിൽ ഉണ്ടായിരുന്ന M2+കളെ നമ്മൾ മാറ്റി. പക്ഷെ അപ്പോഴൊക്കെ വെള്ളത്തിലേക്ക് Na+കളെ തിരിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമുക്ക് ആ പ്രോസസ്സിലൂടെ എല്ലാം വെള്ളം കിട്ടുമ്പോൾ ആ വെള്ളത്തിൽ M2+ എന്ന് പറഞ്ഞ ആളുണ്ടാവില്ല. പക്ഷേ ആ വെള്ളം പ്യുവറല്ല. ആ വെള്ളത്തിൽ NaClഉം Na2SO4ഉം ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവരെയും കൂടിയും റിമൂവ് ചെയ്യുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. സോ ദിസ് ടോപ്പിക് ഇസ് വാട്ട് വി ആർ കോളിംഗ് ആസ് ഡീമിനറലൈസ്ഡ് വാട്ടർ. ഡീമിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ ഡീ അയോണൈസ്ഡ് വാട്ടറിനെ ഉണ്ടാക്കുന്ന ഭാഗമാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. ഡീമിനറലൈസ്ഡ് വാട്ടർ, ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഡീ അയോണൈസ്ഡ് വാട്ടർ. എങ്ങനെയാണ് ഡീമിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ ഡീ അയോണൈസ്ഡ് വാട്ടറിനെ ഉണ്ടാക്കാം? ഒരു അയോൺ പോലും ഉണ്ടാവരുത്. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്യുവർ വാട്ടർ ആയിരിക്കണം. അത് ഉണ്ടാക്കുന്ന മെത്തേഡിനെ പറ്റിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഈ മെത്തേഡിൽ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ, എങ്ങനെയാണ് ഈ മെത്തേഡ് ചെയ്യാൻ പോകുന്നതെന്ന്. ഞാൻ നമ്മുടെ ഹാർഡ് വാട്ടറിനെ ആദ്യം തന്നെ ഒരു ടാങ്കിലേക്ക് പാസ് ചെയ്യുകയാണ്. ആൻഡ് ദിസ് ഈസ് വാട്ട് വി ആർ കോളിംഗ് ആസ് എ കാറ്റയോൺ എക്സ്ചേഞ്ചർ. ആരാണിത്? കാറ്റയോൺ എക്സ്ചേഞ്ചറാണ്. പിന്നീട് ആ വെള്ളം നമ്മളൊരു ആനയോൺ എക്സ്ചേഞ്ചറിലൂടെ കടത്തിവിടും. So this is what we are calling as anion exchanger. Anion exchanger. അപ്പോൾ ഇതിലേക്ക് ആദ്യം വരുന്ന വെള്ളം ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ഹാർഡ് വാട്ടർ. ഹാർഡ് വാട്ടറാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ സംഭവിക്കും നമുക്ക് നോക്കാം. കാറ്റയോൺ എക്സ്ചേഞ്ചറായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് RH എന്ന് പറയുന്ന ഒരു റെസിനാണ്. RH നമ്മൾ ഉപയോഗിച്ചിരുന്നത് RNA ആയിരുന്നില്ലേ. അപ്പോൾ വെള്ളത്തിലേക്ക് Na+നെ കൊടുക്കും, എൻ്റെ ഹാർഡ്നെസ്സിന് കാരണക്കാരനായ ആളെ തിരിച്ചെടുക്കും. അങ്ങനെയല്ലേ പഠിച്ചത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഉപയോഗിക്കുന്നത് RH ആണ്. അപ്പോൾ ഹാർഡ് വാട്ടറിലെ M2+ഉമായിട്ട് അവൻ കൂടിച്ചേരും. അയോൺ എക്സ്ചേഞ്ച്. എന്നിട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ MR2 എന്നൊരു കോമ്പൗണ്ട് ഫോം ചെയ്യും, പ്ലസ് വെള്ളത്തിലേക്ക് H+കളെ കൊടുക്കും. റൈറ്റ്, വെള്ളത്തിലേക്ക് H+കളെ കൊടുക്കും. അപ്പോൾ കാറ്റയോൺ എക്സ്ചേഞ്ചറിലൂടെ കടന്ന് വെള്ളം പുറത്തേക്ക് എത്തുമ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് വെള്ളം ആരായി മാറിക്കഴിഞ്ഞു? സോഫ്റ്റായി മാറിക്കഴിഞ്ഞു. പക്ഷെ അതിനേക്കാൾ ഉപരി ആ വെള്ളം അസിഡിക് ആയിരിക്കും. കാരണം ഈ M2+ൻ്റെ കൂടെ നിൽക്കുന്നത് ആരാ? Cl- SO4 അല്ലേ. H+കളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ HClഉം H2SO4 മാറിക്കഴിഞ്ഞു വെള്ളം. അപ്പോൾ താഴേക്ക് എത്തുന്ന വെള്ളം എന്തായിരിക്കും? അസിഡിക് ആയിരിക്കും. അതേസമയം വെള്ളം സോഫ്റ്റ് ആയിട്ടോ, കാരണം വെള്ളത്തിന് ഹാർഡ്നെസ്സിന് കാരണക്കാരനായ M2+ ഇനി വെള്ളത്തിൽ ഇല്ല. അപ്പോൾ വെള്ളം സോഫ്റ്റായി. പിന്നീട് ഇത് ആനിയോൺ എക്സ്ചേഞ്ചറിലേക്ക് എത്താണ്. ആനിയോൺ എക്സ്ചേഞ്ചറിൽ ഞാൻ ആരെയാണ് എടുക്കുന്നത്? ഞാൻ എടുക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓർഗാനിക് റെസിനെ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം, നമ്മൾ വെള്ളത്തിലേക്ക് തിരിച്ചു കൊടുക്കുന്നത് ആരെയാണെന്നുള്ളതാണ്. നോക്കൂ, RNH3 പോസിറ്റീവ് OH- ഇതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന റെസിൻ. RNH3 പോസിറ്റീവ് OH-. Then you can guess what will happen. എന്തുണ്ടാവാൻ നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാം.
വെള്ളത്തിലുള്ള ആനയോൺ, ഞാൻ ആ ആനയോണെ കോമൺ ആയിട്ട് എക്സ് മൈനസ് എന്ന് വിളിക്കുകയാണ്. ദിസ് ഈസ് എക്സ് മൈനസ്. ഈ എക്സ് മൈനസുമായിട്ട് ഇവിടെ ഒരു റിയാക്ഷൻ നടക്കും. എന്നിട്ട് എന്ത് സംഭവിക്കുന്നറിയോ നിങ്ങൾക്ക്? ഇവൻ OH മൈനസിനെ വെള്ളത്തിലേക്ക് കൊടുക്കും, എന്നിട്ട് എക്സ് മൈനസിനെ തിരിച്ചെടുക്കും. അപ്പോൾ ആരുണ്ടാവാം? RNH3X പ്ലസ് OH മൈനസ്. അപ്പോൾ വെള്ളത്തിലേക്ക് ആരെത്തി മക്കളെ? OH മൈനസ് എത്തി. ഇനി ഇത് Cl മൈനസ് ആണെങ്കിൽ കേട്ടോ, SO4 മൈനസ് ആണെങ്കിൽ എല്ലാം 2 യൂണിറ്റുകൾ വേണ്ടി വരുന്നു മാത്രം ബാലൻസ്ഡ് ആക്കുമ്പോൾ. അപ്പോൾ വെള്ളത്തിലുള്ള Cl മൈനസ് അല്ലെങ്കിൽ SO4 മൈനസ് ഇത് എവിടെ നിന്നാണ് വന്നേ? ഹാർഡ്നെസ്സിന് കാരണക്കാരാരാ? പറ, ആരാണ് ഹാർഡ്നെസ്സിന് കാരണക്കാർ? മറന്നുപോയോ? MCl2 അല്ലെങ്കിൽ MSO4 ഇവരാണ് ഹാർഡ്നെസ്സിന് കാരണക്കാർ. ഇതിലെ M എന്ന് പറഞ്ഞ ആളെയാണ് കാറ്റയോൺ എക്സ്ചേഞ്ചറിൽ വെച്ച് മാറ്റിയത്. പിന്നീടുള്ള Cl മൈനസിനെയും SO4 മൈനസിനെയും മാറ്റാനാണ് ആനയോൺ എക്സ്ചേഞ്ചർ വെച്ച് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ ആനയോൺ എക്സ്ചേഞ്ചറിലൂടെ കടത്തിവിടുന്നതോട് കൂടിയിട്ട് ഈ എക്സ് മൈനസിന് എടുക്കും. എക്സ് ആരാ? Cl മൈനസും SO4 മൈനസും. മനസ്സിലായോ? എക്സ് മൈനസിന് എടുത്തിട്ട് വെള്ളത്തിലേക്ക് ആരെ സപ്ലൈ ചെയ്യും? OH മൈനസിനെ സപ്ലൈ ചെയ്യും. അപ്പോൾ താഴേക്ക് എത്തുമ്പോൾ ഈ വെള്ളത്തിൽ കാറ്റയോൺ എക്സ്ചേഞ്ചറിൽ വെച്ച് കിട്ടിയ H പ്ലസും ഉണ്ടായിരിക്കും, ആനിയോൺ എക്സ്ചേഞ്ചറിൽ വെച്ച് കിട്ടിയ OH മൈനസും ഉണ്ടായിരിക്കും. Am I right? അങ്ങനെ ഈ 2 പേരും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഇത് വെറും വെള്ളമായി മാറും. അപ്പോൾ കാറ്റയോൺ എക്സ്ചേഞ്ചറിന് ശേഷം ആനിയോൺ എക്സ്ചേഞ്ചറിലൂടെയും കടന്നു പോയി താഴെ നമുക്ക് ലഭിക്കുന്ന വെള്ളം എന്താണ്? ശുദ്ധമായ വെള്ളമാണ്. പ്യുവർ വാട്ടർ അല്ലേ? പ്യുവർ വാട്ടർ, ഒരു മിനറലും ഇല്ലാത്ത വെള്ളം. അതിനെയാണ് നമ്മൾ ഡീമിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ ഡീ അയോണൈസ്ഡ് വാട്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വാട്ടറിൻ്റെ ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യുന്ന എല്ലാ മെത്തേഡ്സും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ടെമ്പററി ഹാർഡ്നെസ് വഴി ടെമ്പററി ഹാർഡ്നെസ്സിനെ മാറ്റാനുള്ള 2 മെത്തേഡുകൾ ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? ബോയിലിങ്ങും അതേപോലെ തന്നെ ക്ലാർക്സ് മെത്തേഡും. ബോയിലിംഗ് ഒരു ഫിസിക്കൽ മെത്തേഡായിരുന്നു, ക്ലാർക്സ് മെത്തേഡ് ഒരു കെമിക്കൽ മെത്തേഡായിരുന്നു. ദെൻ അതിനുശേഷം നമ്മൾ കണ്ടത് പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്. പെർമനൻറ്റ് ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാനുള്ള 5 മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ട്രീറ്റ്മെൻറ്റ് വിത്ത് വാഷിംഗ് സോഡ, ദെൻ കാൽഗോൺസ് മെത്തേഡ് ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് സെക്യൂസ്ട്രേഷൻ, അതിനുശേഷം പെർമ്യൂട്ടൈറ്റ് മെത്തേഡ് ഓർ സിയോളൈറ്റ് മെത്തേഡ്, അതിനുശേഷം സിന്തറ്റിക് റെസിൻസ് മെത്തേഡ്, അതിനുശേഷം 5ാമത്തത് പ്രിപ്പറേഷൻ ഓഫ് ഡീമിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ ഡീ അയോണൈസ്ഡ് വാട്ടർ എന്ന് പറയുന്ന മെത്തേഡ്. ക്ലിയർ ആയല്ലോ? ഇവിടെ വാട്ടറിനെ പറ്റിയുള്ള എല്ലാ ഭാഗവും കംപ്ലീറ്റ് ആയിട്ട് അവസാനിക്കുകയാണ്. നൗ വി ഹാവ് ടു ഡിസ്കസ് വൺ മോർ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിനെ കൂടി പറ്റി പഠിക്കാനുണ്ട്. ഹൈഡ്രജൻ്റെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട്. ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നത്തിങ് ബട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ ഡീറ്റെയിൽ. നമുക്കതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു പോവാം. സോ ലെറ്റ്സ് മൂവ് ടു അവർ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്കിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ടെക്സ്റ്റ് ബുക്ക് പ്രകാരമാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം മെത്തേഡ് ഓഫ് റിമൂവൽ ഓഫ് ടെമ്പററി ഹാർഡ്നെസ്, ഹാർഡ് വാട്ടർ. ദെൻ യു ക്യാൻ സീ ദ മെത്തേഡ് ഓഫ് റിമൂവൽ ഓഫ് ടെമ്പററി ഹാർഡ്നെസ്. എങ്ങനെയാണ് ടെമ്പററി ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യുന്നത്? 1ാമത്തെ മെത്തേഡ് ബോയിലിംഗ്, 2ാമത്തെ മെത്തേഡ് ക്ലാർക്സ് മെത്തേഡ്. ദെൻ പെർമനൻറ്റ് ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള 1ാമത്തെ മെത്തേഡ് ട്രീറ്റ്മെൻറ്റ് വിത്ത് വാഷിംഗ് സോഡ, 2ാമത്തെ മെത്തേഡ് കാൽഗോൺസ് മെത്തേഡ്. ദെൻ യു ക്യാൻ സീ the third method, and third method is what we are calling as ion exchange method. And you can see in ion exchange method the first is zeolite method or permutate method, and then you can see synthetic resins method. ഈ synthetic resins method the resin can be regenerated by adding sodium chloride solution എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട വീഡിയോയിൽ ഞാനത് എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തന്നിരുന്നു. ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ഡീമിനറലൈസ്ഡ് വാട്ടർ, ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യം RH എന്ന് പറയുന്ന റെസിൻ M2+ എടുക്കുന്നു, വെള്ളത്തിലേക്ക് ആരെ കൊടുക്കുന്നു? H+ കൊടുക്കുന്നു. ദെൻ അതിനുശേഷം വെള്ളം അപ്പോൾ അസിഡിക്കായി മാറി. തുടർന്ന് RNH3OH- എന്ന് പറയുന്ന ആളുമായിട്ട് X- റിയാക്ട് ചെയ്യുന്നു. X എന്ന് പറയുന്നത് ആരാണ്? Cl- ആവാം, HCO3- ആവാം, SO4 ആവാം. അങ്ങനെ വെള്ളത്തിലേക്ക് OH- എത്തും. അങ്ങനെ എത്തുന്ന H+ഉം OH- കൂടി ചേരുമ്പോൾ വെള്ളം ഉണ്ടാവും. ഓക്കെ, വെള്ളം ഉണ്ടാവും. അതിനുശേഷം ഈ ആനയോണും കാറ്റയോണിക് എക്സ്ചേഞ്ചേഴ്സിനെ വീണ്ടും റീജനറേറ്റ് ചെയ്യിക്കാമെന്നും പറയുന്നുണ്ട്. കാറ്റയോണെ റീജനറേറ്റ് ചെയ്യിക്കാൻ ആസിഡ് ഒഴിച്ചാൽ മതി. H+ ആണല്ലോ വരേണ്ടത്.
ആനിയോൺ ഡ്രസ്സിനെ റീജനറേറ്റ് ചെയ്യിക്കാൻ ആൽക്കലി ഒഴിച്ചാൽ മതി. OH- ആണല്ലോ വേണ്ടത്. അങ്ങനെ റീജനറേറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആൻഡ് വി റീച്ച്ഡ് ഹിയർ ആൻഡ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡിനെ പറ്റിയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഹൈഡ്രജൻ പെറോക്സൈഡ്, JL തിനാഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഹൈഡ്രജൻ പെറോക്സൈഡിനെ കണ്ടെത്തിയത്. ഇതിനെ പെറോക്സൈഡ് എന്ന് വിളിക്കാനുള്ള കാരണമൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈ കോമ്പൗണ്ടിനകത്ത് എത്രയാണ്? -1. ഓർമ്മയില്ലേ കുട്ടികളെ? വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് each element in hydrogen peroxide? Hydrogen, as you all know, +1 and oxygen is -1. Oxygen -2 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ we will call it as oxide. Oxygen -1 എന്ന സ്റ്റേറ്റ് കാണിച്ചാൽ പെറോക്സൈഡ്. -1/2 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിച്ചാൽ സൂപ്പർ ഓക്സൈഡ് എന്നാണ് നമ്മൾ സാധാരണ വിളിക്കാറ്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ്. എന്തെല്ലാമാണ് ഹൈഡ്രജൻ പെറോക്സൈഡിനെ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ്? The very first method, and you can see barium peroxide. See, this compound is what we are calling as barium peroxide. ഈ കോമ്പൗണ്ട് ആണ് ബേരിയം പെറോക്സൈഡ് എന്ന് പറയുന്നത്. ആൻഡ് വൈ ദിസ് ഇസ് ബേരിയം പെറോക്സൈഡ്? ബേരിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ എത്രയാണ്? +2 ആണ്. ബേരിയം ഈസ് +2. സോ ദാറ്റ് ഓക്സിജൻ ഈസ് -1. അപ്പോൾ -1 × 2 ചെയ്യുമ്പോൾ -2 കിട്ടും, ക്യാൻസൽ ആവും. സോ ദിസ് ഈസ് ബേരിയം പെറോക്സൈഡ്. ബേരിയം പെറോക്സൈഡ് എന്ത് ചെയ്യാം? അതിലേക്ക് കുറച്ച് ആസിഡ് ഒഴിക്കുക. അതാണ് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചിരിക്കുന്നത്. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ബേരിയം സൾഫേറ്റ്, ഹൈഡ്രജൻ പെറോക്സൈഡ് ആൻഡ് വാട്ടർ. കണ്ടോ? ദിസ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. രണ്ടാമത്തെ മെത്തേഡ് ഏതാണ്? ഹിയർ യു ക്യാൻ സീ ദ സെക്കൻഡ് മെത്തേഡ്, പെറോക്സോ ഡൈസൾഫേറ്റ്. പെറോക്സോ ഡൈസൾഫേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സോൾട്ടാണ്. ആൻഡ് ദിസ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ, ഇത് എവിടെ നിന്ന് കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. This is obtained by the electrolytic oxidation of acidified sulfate solution. ഇതാണ് മക്കളെ acidified sulfate solution. ഇതിനെ ഇലക്ട്രോളൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പെറോക്സോ ഡൈസൾഫേറ്റുകൾ കിട്ടും. ഈ പെറോക്സോ ഡൈസൾഫേറ്റിലേക്ക് വെള്ളം ഒഴിച്ച് ഹൈഡ്രോളിസിസ് നടത്തുക, രണ്ടായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സൾഫ്യൂരിക് ആസിഡ് കിട്ടും, ഒപ്പം ഹൈഡ്രജൻ പെറോക്സൈഡും കിട്ടും. ഇസ് ഇറ്റ് ക്ലിയർ? സൾഫ്യൂരിക് ആസിഡും കിട്ടും, ഒപ്പം ഹൈഡ്രജൻ പെറോക്സൈഡും കിട്ടും. This method is the what we are calling as the one of the method for the preparation of hydrogen peroxide. And you can see ഈ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് പോലെ ഡ്യൂട്ടീരിയം പെറോക്സൈഡ് ഉണ്ടാക്കാം. ഡ്യൂട്ടീരിയം പെറോക്സൈഡ്. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന്? വേറെ ഒന്നും ചെയ്യേണ്ട. ഈ സോൾട്ട് കിട്ടില്ലേ? ഇതിൻ്റെ സോൾട്ട് ഞാൻ പറഞ്ഞില്ലേ? ഈ സോൾട്ടിലേക്ക് ഹൈഡ്രോളസിസ് നടത്താൻ വേണ്ടി വെള്ളം ഒഴിച്ചതിന് പകരം ഹെവി വാട്ടർ ഒഴിച്ചാൽ മതി. മനസ്സിലായോ? ഇതിൻ്റെ സോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ 2 Hകൾ മാറി അവിടെ സോഡിയം അല്ലെങ്കിൽ പൊട്ടാഷ്യം വരുന്നു. കണ്ടോ? അപ്പോൾ K2S2O8 അതാണ് ഈ സോൾട്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ച് ഹൈഡ്രോളസിസ് നടത്തിയതിന് പകരം ദിസ് ആഡ് ഹെവി വാട്ടർ. അപ്പോൾ വെള്ളം എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ ഹെവി വാട്ടർ ചെയ്യും. വെള്ളം എന്താ ചെയ്തേ? ഇവിടെ ആരൊക്കെ ഉണ്ടാക്കി? HSO4- H+ ഉണ്ടാക്കി അല്ലേ? അപ്പോൾ ഇവിടെ H+കൾ ഈ 2 H+കൾക്ക് പകരം ഇരിക്കുന്നത് ആരാ? K2 ആണ് അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് KHSO4- ആയിരിക്കും. എച്ചിന് പകരം ഇവിടെ ഡ്യൂട്ടീരിയം ആയതുകൊണ്ട് KdSO4 കിട്ടും. KdSO4. H2O2 കിട്ടിയതിന് പകരം ഇവിടെ ആരെ കിട്ടും? D2O2 കിട്ടും. അതായത് ഡ്യൂട്ടീരിയം പെറോക്സൈഡ് കിട്ടും. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിന് പകരം ഡ്യൂട്ടീരിയം പെറോക്സൈഡ് ഉണ്ടാക്കണമെങ്കിൽ ദിസ് ഈസ് ദ മെത്തേഡ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. നൗ ഇപ്പോൾ പറഞ്ഞ മെത്തേഡുകളൊന്നും ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ അല്ല. അതായത് വലിയ തോതിൽ ഹൈഡ്രജൻ പെറോക്സൈഡിനെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഈ മെത്തേഡുകളല്ല ഉപയോഗിക്കുക. അതിലുപയോഗിക്കുന്ന മെത്തേഡാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് ഓട്ടോ ഓക്സിഡേഷൻ ഓഫ് 2-ethyl anthraquinols. 2-ethyl anthraquinol എന്ന് പറഞ്ഞ കോമ്പൗണ്ടിൻ്റെ ഏരിയൽ ഓക്സിഡേഷൻ വഴിയാണ് നമ്മൾ ആരെ ഉണ്ടാക്കുക? ഈ പറഞ്ഞ ഹൈഡ്രജൻ പെറോക്സൈഡിനെ ഇൻഡസ്ട്രിയലായിട്ട് ഉണ്ടാക്കുക. ആൻഡ് ലെറ്റ് മീ ഷോ യു വാട്ട് ദാറ്റ് മെത്തേഡ് ഈസ്. എന്താണ് ആ മെത്തേഡ് എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ 2-ethyl anthraquinol എന്ന് പറയുന്ന കോമ്പൗണ്ട് ഞാനിവിടെ ഇപ്പോൾ വരയ്ക്കുകയാണ്. ഓർഗാനിക് കെമിസ്ട്രി എടുക്കുന്ന സമയത്ത് യു വിൽ ഐഡൻറ്റിഫൈ വാട്ട് ദിസ് കോമ്പൗണ്ട് ഈസ്. ഇപ്പം ഞാൻ ഈ കോമ്പൗണ്ടിൻ്റെ പേര് പറഞ്ഞു, 2-ethyl anthraquinol എന്നാണ് ഈ കോമ്പൗണ്ട്
അറിയപ്പെടുന്നത്. ഹിയർ ഈസ് ദ ഈത്തൈൽ ഗ്രൂപ്പ്, 2-ethyl anthraquinone. Now when it is oxidized, ഇതിന് ഓക്സിഡേഷൻ സംഭവിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക നോക്കൂ. This compound turns into 2-ethyl anthraquinone. ഈ കോമ്പൗണ്ട് ആരായിട്ട് മാറും? 2-ethyl anthraquinone എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടായി മാറും. ആൻഡ് അലോങ് വിത്ത് ദിസ്, ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആരെ കിട്ടും? ഹൈഡ്രജൻ പെറോക്സൈഡിന് കിട്ടും. അപ്പോൾ ഈ റിയാക്ഷന് കുഴപ്പമുണ്ടല്ലേ? 2-ethyl anthraquinone when undergoes aerial oxidation, you are getting 2-ethyl anthraquinone. Along with it, you will get hydrogen peroxide. ഈ 2-ethyl anthraquinone നിങ്ങൾക്ക് തിരിച്ച് 2-ethyl anthraquinone ആക്കി മാറ്റാം. For that, you have to conduct reduction in the presence of palladium. ഹൈഡ്രജൻ ആഡ് ചെയ്താൽ മതി. തിരിച്ച് ഈ കോമ്പൗണ്ട് ആരായി മാറിക്കൊള്ളും? 2-ethyl anthraquinone ആയിട്ട് മാറിക്കൊള്ളും. സോ ഇതിന് ഏരിയൽ ഓക്സിഡേഷൻ സംഭവിക്കുന്നു. യു ആർ ഗെറ്റിംഗ് 2-ethyl anthraquinone അലോങ് വിത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ കോമ്പൗണ്ടിന് പകരം അവർ കൊടുത്തിരിക്കുന്നത് ഓക്സിഡൈസ്ഡ് പ്രൊഡക്റ്റ് എന്നാണ്. ദിസ് ഈസ് 2-ethyl anthraquinone. 2-ethyl anthraquinone ആണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് അലോങ് വിത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ്. ആൻഡ് വി ആർ ഫോക്കസ്ഡ് മോർ ഓൺ ദിസ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡിനെ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം, ഇങ്ങനെ കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് കിട്ടിയ ഹൈഡ്രജൻ പെറോക്സൈഡിനെ എങ്ങനെയാണ് പ്യൂരിഫൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിന് ശേഷം പറഞ്ഞിരിക്കുന്നത്. ഹിയർ യു ക്യാൻ സീ ദ മെത്തേഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. നമ്മൾ ഈ മെത്തേഡിലൂടെ പ്രിപ്പയർ ചെയ്തെടുത്ത ഹൈഡ്രജൻ പെറോക്സൈഡ് വെറും 1% ഉള്ളൂ. 1%. നിങ്ങൾ ആ ഹൈഡ്രജൻ പെറോക്സൈഡിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത ഹൈഡ്രജൻ പെറോക്സൈഡിനെ പുറത്തേക്ക് എടുക്കണം. അതാണ് ഇറ്റ് ഷുഡ് ബി എക്സ്ട്രാക്റ്റഡ് വിത്ത് വാട്ടർ എന്നും ആൻഡ് കോൺസെൻട്രേറ്റഡ് ടു 30%. 1% കോൺസെൻട്രേഷൻ 30% ആക്കി മാറ്റും ബൈ ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ട്. ഓർഗാനിക് കെമിസ്ട്രി എടുക്കട്ടെ, അപ്പോൾ നിങ്ങൾക്ക് ആ പ്രോസസ്സ് എന്താണെന്ന് വിശദമായി മനസ്സിലാവും. മലയാളത്തിലൊക്കെ വേണമെങ്കിൽ പറയാം, ലോ പ്രഷറിൽ അതിനെ ചൂടാക്കുക, എന്നിട്ട് ആവിയാക്കി പുറത്തേക്ക് എടുക്കുക. അങ്ങനെ കോൺസെൻട്രേഷൻ എത്രയാക്കി മാറ്റാം? 30% ആക്കി മാറ്റാം. വീണ്ടും കെയർഫുൾ ഡിസ്റ്റിലേഷൻ അണ്ടർ വെരി ലോ പ്രഷർ ചെയ്താൽ ഇറ്റ്സ് കോൺസെൻട്രേഷൻ വിൽ ബി ഇൻക്രീസ്ഡ് ടു 85%. അതിൻ്റെ കോൺസെൻട്രേഷൻ എത്രയായിട്ട് മാറും? 85% ആയിട്ട് മാറും. ബട്ട് സ്റ്റിൽ അതിനകത്ത് വെള്ളം ബാക്കിയുണ്ടല്ലോ. ആ വെള്ളത്തെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തണുപ്പിക്കാനാണ് പറയുന്നത്. തണുപ്പിക്കുക, നന്നായിട്ട് തണുപ്പിക്കുക. അപ്പോൾ വെള്ളം മുഴുവൻ ഐസും കട്ടകളായി മാറും. എന്നിട്ട് ആ ഐസും കട്ടകൾ പെറുക്കിയെടുത്ത് മാറ്റിയാൽ ബാക്കിയുള്ളത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിരിക്കും. അപ്പോൾ കിട്ടുന്ന 1% ഹൈഡ്രജൻ പെറോക്സൈഡിനെ വെള്ളം ഉപയോഗിച്ച് എക്സ്ട്രാക്റ്റ് ചെയ്ത് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ചെയ്യുമ്പോൾ 30% ആയി മാറും അതിൻ്റെ കോൺസെൻട്രേഷൻ. വീണ്ടും കെയർഫുൾ ഡിസ്റ്റിലേഷൻ അണ്ടർ വെരി ലോ പ്രഷർ ചെയ്യുന്നതോടുകൂടി 85%ലേക്ക് അതിൻ്റെ കോൺസെൻട്രേഷൻ ഉയരും. പിന്നീട് തണുപ്പിച്ച് അതിലെ വെള്ളത്തെ ഐസാക്കി മാറ്റിയാൽ റിമൈനിങ് വിൽ ബി പ്യുവർ ഹൈഡ്രജൻ പെറോക്സൈഡ്. സോ ദീസ് ആർ ദ വേരിയസ് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. Now we have to discuss about physical properties of hydrogen peroxide. You know, ഹൈഡ്രജൻ പെറോക്സൈഡ് പ്യുവർ സ്റ്റേറ്റിൽ പ്രത്യേകിച്ച് കളറൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു ചെറിയ ബ്ലൂ കളർ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ പ്രോപ്പർട്ടീസ് ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ സീ ദ മെൽറ്റിംഗ് പോയിൻറ്റ്, ഡെൻസിറ്റി, ബോയിലിംഗ് പോയിൻറ്റ്, വിസ്കോസിറ്റി, വേപ്പർ പ്രഷർ, ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആൻഡ് സോളിഡ് സ്റ്റേറ്റിലുള്ള ഡെൻസിറ്റി എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ മെൽറ്റിംഗ് പോയിന്റ് കണ്ടോ? വെള്ളത്തിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ്? ഐസിൻ്റെ 373 കെൽവിൻ. അതിനേക്കാൾ താഴെയാണ് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ. അതേസമയം ബോയിലിംഗ് പോയിന്റ് വെള്ളത്തിൻ്റെ എത്രയാണ്? 373 കെൽവിൻ. അതിനേക്കാൾ കൂടുതലാണ് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് the physical properties of hydrogen peroxide. Now we have to focus on the chemical properties of hydrogen peroxide. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ തന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം പറയാനുണ്ട്. അതിനുശേഷം നമുക്ക് കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് പോകാം. ഹൈഡ്രജൻ പെറോക്സൈഡ് ഏതൊരു കമ്പോസിഷനിലും വെള്ളത്തിൽ മിക്സ് ആവും. അതാണ് മിസിബിൾ എന്ന് പറയുന്നത്. വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യും എന്നർത്ഥം. അത് വെള്ളത്തിൽ
ഹൈഡ്രേറ്റ് ഫോം ചെയ്യും. ഹൈഡ്രേറ്റിൻ്റെ ഫോർമുല നിങ്ങൾക്ക് ഇവിടെ കാണാം. H2O2.H2O എന്ന് പറയുന്ന ഹൈഡ്രേറ്റ് ആയിട്ടാണ് ആര് എക്സിസ്റ്റ് ചെയ്യുക? ഹൈഡ്രജൻ പെറോക്സൈഡ് എക്സിസ്റ്റ് ചെയ്യുക. എങ്കിൽ നമുക്ക് ഇനി പറയാനുള്ള ടോപ്പിക്ക് ഇവിടെ ഉണ്ട്, പക്ഷേ ഇവിടെയുള്ളത് പോരാ. നമുക്ക് നമ്മുടേതായ രീതിയിലേക്ക് അതിനൊന്ന് ഡിഫൈൻ ചെയ്യണം. സ്ട്രെങ്ത് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നാണ് ആ ടോപ്പിക് അറിയപ്പെടുന്നത്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സ്ട്രെങ്ത് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. സ്ട്രെങ്ത് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇതാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ടോപ്പിക്കാണ്, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഹെഡിങ്ങിൻ്റെ അണ്ടറിലല്ല കെടുക്കുന്നത്. അതുകൊണ്ട് ഞാനിതിനെ ഒരു ഹെഡിങ്ങിൻ്റെ അണ്ടറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സ്ട്രെങ്ത് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. മക്കളെ, ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ സ്ട്രെങ്ത്ത് രണ്ട് രീതിയിൽ നമ്മൾ പറയാറുണ്ട്. There are two ways of representing the strength of hydrogen peroxide. ഒന്നാമത്തത് പെർസെൻറ്റേജ് സ്ട്രെങ്ത് ആണ്. പെർസെൻറ്റേജ് സ്ട്രെങ്ത്. നമുക്ക് ആദ്യം ഈ പെർസെൻറ്റേജ് സ്ട്രെങ്ത്തിനെ കുറിച്ച് പഠിക്കാം. പെർസെൻറ്റേജ് സ്ട്രെങ്ത്, കാരണം ഇത് അറിഞ്ഞാലേ അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. എന്താ പെർസെൻറ്റേജ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മാസ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്, മാസ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് present in 100 ml of solution. Mass of hydrogen peroxide present in 100 ml of solution. അപ്പോൾ ഒരാൾ പറയാണ്, ഒരു എക്സാമ്പിൾ, 20% ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞാൽ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ് സിംപ്ലി മീൻസ് 20 gram ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് പറഞ്ഞോ ഈസ് പ്രസൻറ്റ് in 100 ml of solution. 100 ml സൊല്യൂഷനിൽ 20 ഗ്രാം ആരുണ്ടെന്നർത്ഥം? ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടെന്നർത്ഥം. അപ്പോൾ എല്ലാവർക്കും പെർസെൻറ്റേജ് സ്ട്രെങ്ത് എന്താണെന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. And now I am going to explain the second one. Second one is very important and that is volume strength. രണ്ടാമത്തെ ആൾ എന്താണ്? വോളിയം സ്ട്രെങ്ത്. എന്താണ് വോളിയം സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വോളിയം സ്ട്രെങ്ത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ നിങ്ങളൊന്ന് കാണണം. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്താൽ വാട്ടറും അതേപോലെ തന്നെ ഓക്സിജനുമായി മാറും. ഹൈഡ്രജൻ പെറോക്സൈഡ് ഓൺ ഡീകമ്പോസിഷൻ ഗീവ്സ് വാട്ടർ ആൻഡ് ഓക്സിജൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വോളിയം സ്ട്രെങ്ത് എന്താണെന്നല്ലേ? It is the volume of oxygen gas, volume of oxygen gas released, volume of oxygen gas released at STP from a unit volume of hydrogen peroxide. ഒരു യൂണിറ്റ് വോളിയം ഹൈഡ്രജൻ പെറോക്സൈഡിൽ നിന്നും സേ 1 ml, ഒരു ml നിന്നും പുറത്തേക്ക് വരുന്ന ഓക്സിജൻ ഗ്യാസിൻ്റെ വോളിയം ഏത് കണ്ടീഷനിൽ? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, STP കണ്ടീഷനിൽ. അപ്പോൾ STP കണ്ടീഷനിൽ ഒരു യൂണിറ്റ് വോളിയം ഹൈഡ്രജൻ പെറോക്സൈഡിൽ നിന്നും എത്ര ഓക്സിജൻ ഗ്യാസ് പുറത്തേക്ക് വരുമോ, എത്ര വോളിയം ഓക്സിജൻ ഗ്യാസ് പുറത്തേക്ക് വരുമോ അതിനെ വിളിക്കുന്ന പേരാണ് വോളിയം സ്ട്രെങ്ത്. എക്സാമ്പിൾ പറയാം, അപ്പോൾ കാര്യം ക്ലിയർ ആവും. നോക്കൂ, ലെറ്റ് us take an example. 10VH2O2 സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? അതാണ് ചോദ്യം. 10V, ഞാൻ പറയുന്നു 10 milliliter of oxygen at STP will be liberated from 1 ml of hydrogen peroxide. From 1 ml of hydrogen peroxide. നിങ്ങൾ 1 ml ഹൈഡ്രജൻ പെറോക്സൈഡ് എടുക്കൂ, അപ്പോൾ അതിൽ നിന്ന് ഓക്സിജൻ ഗ്യാസ് പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുന്ന ഓക്സിജൻ ഗ്യാസിൻ്റെ വോളിയം STP കണ്ടീഷനിൽ മെഷർ ചെയ്യൂ. നിങ്ങൾക്കത് കാണാം 10 ml ആയിരിക്കും, 10 milliliter. അപ്പോൾ കുറേ പേര് ചോദിക്കും, സർ ഞാൻ 1 ml ഹൈഡ്രജൻ പെറോക്സൈഡ് എടുക്കുന്നതിന് പകരം 1 ലിറ്റർ ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്താലോ? എടുത്തോളൂ.
അപ്പോൾ പുറത്തേക്ക് വരുന്ന ഓക്സിജന്റെ വോളിയം STPയിൽ 10 ml ആയിരിക്കില്ല, ഇറ്റ് വിൽ ബി 10 ലിറ്റർ, ഇസ്ന്റ് ഇറ്റ്? അതായത് ഇവിടെ ഓക്സിജന്റെ വോളിയം ഇന്ന യൂണിറ്റിലായിരിക്കണം എന്നൊന്നുമില്ല. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വോളിയം നിങ്ങൾ പറയുന്നത് ഏത് യൂണിറ്റിലാണോ അതേ യൂണിറ്റിൽ തന്നെ ആയിരിക്കണം ഓക്സിജന്റെ വോളിയം എന്ന് മാത്രമേ ഉള്ളൂ. ഇസ് ദാറ്റ് ക്ലിയർ? മനസ്സിലായി കാണുന്നു കരുതുന്നു. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് വോളിയം സ്ട്രെങ്ത്. അപ്പോൾ എല്ലാവർക്കും പെർസെൻറ്റേജ് സ്ട്രെങ്ത് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡും വോളിയം സ്ട്രെങ്ത് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? എങ്കിൽ ഇതുപയോഗിച്ചിട്ടുള്ള കുറച്ച് ന്യൂമറിക്കൽസ് നമുക്ക് ചെയ്യാനുണ്ട്. ആ ന്യൂമറിക്കൽസ് ചെയ്യാൻ ആവശ്യമായ ചില ഫോർമുലകൾ കൂടി ഞാൻ പറയാം. അതിനുശേഷം നമുക്ക് സ്ട്രക്ചർ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് നോക്കാം. ഓക്കെ, ആ ഇക്വേഷൻസ് ഏതൊക്കെയാണെന്നല്ലേ? ലെറ്റ് us ഡിസ്കസ് ഈച്ച് ഇക്വേഷൻസ് ഇൻ ഡീറ്റെയിൽ. ഒന്നാമത്തെ ഇക്വേഷൻ, അതായത് നമുക്ക് വോളിയം സ്ട്രെങ്ത്തും പെർസെൻറ്റേജ് സ്ട്രെങ്ത്തുമായി ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻസാണ് ഞാൻ പറയുന്നത്. പല ഇക്വേഷൻസ് ഉണ്ട്. അതിലൊന്ന് വോളിയം സ്ട്രെങ്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. ഐ റിപ്പീറ്റ്, വോളിയം സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 11.35 into molarity. 11.35 into molarity. Using this we can calculate the percentage strength, volume strength. Volume strength. This can be calculated in another way. 11.35 into percentage strength into 10 divided by 34. 11.35 into percentage strength into 10 divided by 34. Then another one. അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് amount of hydrogen peroxide required to prepare X volume solution. X volume solution. X volume strength ഉള്ള ഹൈഡ്രജൻ പെറോക്സൈഡ് പ്രിപ്പയർ ചെയ്യാൻ എന്തോരം ഹൈഡ്രജൻ പെറോക്സൈഡ് വേണമെന്ന് 68 into X divided by 22.7 grams per liter. 68 into X divided by 22.7 grams per liter. Using this equation, we can calculate the amount of hydrogen peroxide required for the preparation of X volume strength solution. X volume strength solution. ഈ ഇക്വേഷൻസ് എല്ലാവരും ഒന്ന് ഓർത്ത് വയ്ക്കുക, കാരണം പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോഴെല്ലാം ഇതിൻ്റെ ആവശ്യം വരും. ഓക്കെ, സോ ലെറ്റ് us go to the textbook for the remaining topics. ബാക്കിയുള്ള ടോപ്പിക്സിലേക്ക് നമുക്കൊന്ന് പോവാം. ആൻഡ് ഹിയർ വി ഗോ. നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗങ്ങൾ നമുക്കൊന്ന് ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം. ഹിയർ യു ക്യാൻ സീ ദ ടോപ്പിക്സ് റിഗാർഡിംഗ് ടു ഹൈഡ്രജൻ പെറോക്സൈഡ് സ്ട്രെങ്ത്. 30% solution of hydrogen peroxide is marketed as 100V. മറന്നു പോരുത്, 30% strength ഉള്ള ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് 100V. It will be helpful for you to do numericals regarding the strength of hydrogen peroxide. ഒപ്പം തന്നെ അവർ പറയുന്നുണ്ട് എന്താണ് ഈ 30% ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞ അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കി. 30 grams of hydrogen peroxide is present in 100 ml of solution അല്ലേ? എന്താ 100V എന്ന് പറഞ്ഞാൽ അർത്ഥം? When you take 1 ml of hydrogen peroxide, it will liberate oxygen, and you check the volume of oxygen gas liberated at STP. You can see it will be 100 ml. That's why we are calling it as 100 volume hydrogen peroxide. അപ്പോൾ 30% 100V ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 3% എന്ന് പറയുന്നത് എത്ര V ആയിരിക്കും? 30% 100V അല്ലേ? അപ്പോൾ 3% എന്ന് പറഞ്ഞാൽ 10V. ഇതാണ് കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ 30% ഈസ് 100V and commercially available hydrogen peroxide is 3%, which means 10V. Okay, 10V. Now you can see a problem here. ഇവിടെ ഒരു പ്രോബ്ലം അവർ ചോദിച്ചിട്ടുണ്ട്. പ്രോബ്ലം എന്താണ്? കാൽക്കുലേറ്റ് ദ സ്ട്രെങ്ത് ഓഫ് 10V സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി ടു ക്രാക്ക്. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു 10V ഈസ് 3%, അല്ലേ? 10V ഈസ് 3%. ഇനി നിങ്ങൾക്കിത് പല രീതിയിൽ ചെയ്യാം. അവർ ചെയ്തിരിക്കുന്നത് മെത്തേഡിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ എന്താ ഇക്വേഷൻ പറയാണ്. 68 into 10 divided by 22.7.
68 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 22.7. ഞാനിപ്പോൾ തന്നെ എഴുതി തന്നില്ല ഒരു ഇക്വേഷൻ. 68 ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ 22.7. അതിൽ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 10v. അപ്പോൾ 10 കൊടുത്തു, ഞാൻ വർക്കൗട്ട് ചെയ്തു. മനസ്സിലൊരു സംശയം നിൽക്കുന്നുണ്ടാവില്ലേ, ഇത് എന്താ സാർ 22.4, ഞങ്ങളുടെ ബുക്കിലെല്ലാം 22.7 എന്നാണല്ലോ എന്ന്. ലേറ്റസ്റ്റ് എഡിഷൻ പ്രകാരം STPയുടെ യഥാർത്ഥ വാല്യൂ ആയ 22.7 ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ലേറ്റസ്റ്റ് എഡിഷനിൽ. അപ്പോൾ നിങ്ങളുടെ കൈവശിരിക്കുന്ന NCERT ടെക്സ്റ്റ് ബുക്ക് ലേറ്റസ്റ്റ് എഡിഷൻ ആണോ എന്നറിയാൻ ഇത് നോക്കിയാൽ മതി. ഞാനിവിടെ എക്സിബിറ്റ് ചെയ്യുന്നത് പഴയ എഡിഷനാണ്, ബിക്കോസ് അതാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് കാണിച്ചത്. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ. ദ ആൻസർ വിൽ ബി 30.36 ഗ്രാംസ് പെർ ലിറ്റർ. 30.36 ഗ്രാംസ് പെർ ലിറ്റർ. അതിൻ്റെ അർത്ഥം എന്താ? 1000 ml 1000 ml 30.36 ഗ്രാം ഉണ്ട്. 30.36 ഗ്രാം. പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 1000 ml അല്ല, 100 ml ആണ്. അപ്പോൾ 100 ml എത്രയുണ്ടാവും? 3 grams. ദാറ്റ് മീൻസ് 3%, isn't it? അങ്ങനെയാണ് ഈ വാല്യൂ 3%ലേക്ക് എത്തുന്നത്. അപ്പോൾ സ്ട്രെങ്ത് ചോദിച്ചാൽ ഇറ്റ് വിൽ ബി 3%. ആ 3% കിട്ടിയ രീതി മനസ്സിലായോ? ഇവിടെ 30.36 ഗ്രാം എന്നാണ് കിട്ടിയിട്ടുള്ളത്. അത് 1 ലിറ്ററിലാണ് എന്ന് പറഞ്ഞാൽ 1000 ml. അപ്പോൾ 100 ml എത്രയുണ്ടാവും? ജസ്റ്റ് 3 grams. ദാറ്റ് മീൻസ് 3%. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. And our next topic is structure of hydrogen peroxide. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് സ്ട്രക്ചർ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഞാൻ നേരത്തെ നിങ്ങളോട് ഹൈഡ്രജൻ പെറോക്സൈഡിലെ ഓക്സിജൻ്റെയും ഹൈഡ്രജൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറഞ്ഞിരുന്നു. എത്രയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ഹൈഡ്രജൻ +1, ഓക്സിജൻ -1. ഇതിലെ ഓക്സിജൻ്റെ ഹൈബ്രിഡൈസേഷൻ ഏതാണ്? അറിഞ്ഞിരുന്നോളൂ. ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് sp3. 2 ഓക്സിജൻ ആറ്റവും sp3 ഹൈബ്രിഡൈസേഷനിലാണ്. ഇവരുടെ സ്ട്രക്ചർ എന്താണ്? കുട്ടികളെ, ഇവരുടെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. ഞാനിപ്പോൾ കാണിക്കാം. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കാണിക്കുന്ന സ്ട്രക്ചർ പ്രകാരം ഇങ്ങനെയാണ് വരയ്ക്കാറ്. ഹൈഡ്രജൻ ബോണ്ടഡ് ടു ഓക്സിജൻ, വിച്ച് ഈസ് അഗെയിൻ ബോണ്ടഡ് ടു ഓക്സിജൻ ആൻഡ് ദിസ് ഈസ് ടു ഹൈഡ്രജൻ. ഇങ്ങനെയാണ് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ സ്ട്രക്ചർ കാണിക്കുക. ഓക്സിജൻ ഹൈഡ്രജൻ +1, ഹൈഡ്രജൻ +1, ഓക്സിജൻ -1, ഓക്സിജൻ -1. ആൻഡ് ദീസ് 2 ഓക്സിജൻസ് ആർ sp3 ഹൈബ്രിഡൈസ്ഡ്. ഇങ്ങനെ കാണുമ്പോൾ പലർക്കും തോന്നും ഹൈഡ്രജൻ പെറോക്സൈഡ് പ്ലാനാർ ആയിട്ടുള്ളൊരു മോളിക്യൂൾ ആണല്ലോ എന്ന്. അല്ല, ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ സ്ട്രക്ചർ ഹാഫ് ഓപ്പൺഡ് ബുക്ക് ലൈക്ക് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ഐ റിപ്പീറ്റ്, ഹാഫ് ഓപ്പൺഡ് ബുക്ക് ലൈക്ക് സ്ട്രക്ചർ. ഒരു തുറന്നു വെച്ചിരിക്കുന്ന പുസ്തകത്തിൻ്റെ പോലെയുള്ള സ്ട്രക്ചറാണ് ഹൈഡ്രജൻ പെറോക്സൈഡിന്. ഒരു തുറന്നു വെച്ചിരിക്കുന്ന പുസ്തകത്തിൻ്റേത് പോലെയുള്ള സ്ട്രക്ചർ. ഒരു തുറന്നു വെച്ചിരിക്കുന്ന പുസ്തകത്തിൻ്റേത് പോലെയുള്ള സ്ട്രക്ചർ. ദിസ് ഈസ് വാട്ട് വി ആർ കോളിംഗ് എസ് ഹാഫ് ഓപ്പൺഡ് ബുക്ക് ലൈക്ക് സ്ട്രക്ചർ. ഹാഫ് ഓപ്പൺഡ് ബുക്ക് ലൈക്ക് സ്ട്രക്ചർ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത് പ്ലാനാർ ആണോ എന്ന് ചോദിച്ചാൽ പ്ലാനാർ അല്ല. ഇറ്റ് ഈസ് നോൺ പ്ലാനാർ. ഇത് നോൺ പ്ലാനാർ ആണ്. നോൺ പ്ലാനാർ. ഇതിനകത്ത് ഈ ബോണ്ട് നോൺ പോളാർ ആണെങ്കിലും ഈ ബോണ്ടുകളെല്ലാം പോളാറാണ്. സോ ദിസ് ഈസ് പോളാർ മോളിക്യൂളാണ്. അതേസമയം ഐ റിപ്പീറ്റ്, ദിസ് ഈസ് നോൺ പ്ലാനാർ. നോൺ പ്ലാനാർ ആണ്. ഹാഫ് ഓപ്പൺഡ് ബുക്ക് ലൈക്ക് സ്ട്രക്ചർ എന്നാണ് ഇതിനെ പറയുക. ഹാഫ് ഓപ്പൺഡ് ബുക്ക് ലൈക്ക് സ്ട്രക്ചർ. ഐ വിൽ ഷോ യു വാട്ട് ദ സ്ട്രക്ചർ ഈസ്. ഈ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഹാഫ് ഓപ്പൺഡ് ബുക്ക് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത്, കുട്ടികളെ നിങ്ങളൊന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് നോക്കുക. ഒരു ബുക്ക് നിങ്ങളെടുത്തിട്ട് ആ ബുക്ക് ഒന്ന് നിവർത്തിയതിന് ശേഷം പകുതി തുറന്നിട്ട് നിങ്ങളുടെ കൈവശം പേന ഉണ്ടാവുമല്ലോ, ആ പേനകൾ ഇത്തരത്തിലൊന്ന് വെച്ച് നോക്കുക. ഓക്കെ, ആൻഡ് ദിസ് ഈസ് സപ്പോസ് ടു ബി ദ ഹാഫ് ഓപ്പൺഡ് ബുക്ക് ലൈക്ക് സ്ട്രക്ചർ. ഇതാണ് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഹാഫ് ഓപ്പൺഡ് ബുക്ക് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയുന്ന സംഗതി. സി, കണ്ടോ? ഹാഫ് ഓപ്പൺഡ് ബുക്ക് ലൈക്ക് സ്ട്രക്ചർ. ഒരു നോട്ട്ബുക്ക് നിവർത്തി ഒന്ന് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹാഫ് ഓപ്പൺഡ് ബുക്ക് ലൈക്ക് സ്ട്രക്ചർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ ബോണ്ടുകൾ എങ്ങനെ ഇരുന്നു എന്നുള്ളത് ഇനി ബുക്ക് ഇല്ലാതെ നിങ്ങളൊന്ന് പിടിച്ചു നോക്കുക. ഫോർ എക്സാമ്പിൾ ലൈക്ക് ദിസ്. ഇങ്ങനെയല്ലേ മക്കളെ ഈ ബോണ്ടുകൾ ഇരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ബുക്കിനുള്ളിൽ ഇരുന്നത് ഈ രീതിയിലല്ലേ? നിങ്ങൾക്കിപ്പോൾ നല്ല വ്യൂ കിട്ടുന്നുണ്ടാവും. ഇസ് ഇറ്റ് പ്ലാനാർ? ഇത് പ്ലാനാർ ആണോ? ഇങ്ങനെയാണോ ഈ മോളിക്യൂൾ ഇരിക്കുന്നത്? അല്ല, ദിസ് മോളിക്യൂൾ ഈസ് സിറ്റുവേറ്റിംഗ് ലൈക്ക് ദിസ്.
ആൻഡ് ദിസ് ഈസ് വാട്ട് വി ആർ കോളിംഗ് ആസ് ഹാഫ് ഓപ്പൺഡ് ബുക്ക് ലൈക്ക് സ്ട്രക്ചർ. എല്ലാവർക്കും ഹാഫ് ഓപ്പൺഡ് ബുക്ക് ലൈക്ക് സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എൻ്റെ കൈയാണ് ഓക്സിജൻ എങ്കിൽ ഈ രണ്ടെണ്ണം ഓക്സിജനാണ്. ഈ രണ്ട് പെന്നുകളുടെ ടോപ്പ് കണ്ടോ നിങ്ങൾ? അതാണ് ഹൈഡ്രജൻ എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത് OO ബോണ്ടാണ്, ഓറഞ്ച് കളറിലും ഗ്രീൻ കളറിലും കാണുന്നത് OH ബോണ്ടാണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. ഇതിൻ്റെ സ്ട്രക്ചറൽ പാരാമീറ്റേഴ്സിലേക്ക് നമുക്കിനി കിടക്കാം. അതിനുവേണ്ടി ഞാൻ ഇതിൻ്റെ സ്ട്രക്ചർ വീണ്ടും ഒന്ന് ടെക്സ്റ്റ് ബുക്ക് പ്രകാരമുള്ളത് കാണിക്കുകയാണേ. എന്താണ് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഹിയർ യു ക്യാൻ സീ ദ സ്ട്രക്ചർ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. കണ്ടല്ലോ, ഹാഫ് ഓപ്പൺഡ് ബുക്ക് ലൈക്ക് സ്ട്രക്ചർ. ഒന്ന് ഗ്യാഷ്യസ് ഫേസിലുള്ള ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റേതും മറ്റൊന്ന് സോളിഡ് ഫേസിലുള്ള ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റേതുമാണ്. നിങ്ങൾക്ക് OO ബോണ്ട് ലെങ്ത് രണ്ടിലും ഡിഫറൻ്റ് ആണെന്ന് കാണാം, OH ബോണ്ട് ലെങ്ത് രണ്ടിലും ഡിഫറൻ്റ് ആണെന്ന് കാണാം. OOH എന്ന് പറയുന്ന ബോണ്ട് ആംഗിൾ ഗ്യാഷ്യസ് ഫേസിൽ 94.8 ആണെങ്കിൽ സോളിഡ് ഫേസിൽ 101.9 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ബോണ്ട് ലെങ്ത് എന്താണ്, ബോണ്ട് ആംഗിൾ എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ ഇതൊന്നും കൂടാതെ ഒരു സ്പെഷ്യൽ ആംഗിളിനെ പറ്റി ഇവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതിൻ്റെ പേര് ഡൈഹിഡ്രൽ ആംഗിൾ എന്നാണ്. ഡൈഹിഡ്രൽ ആംഗിൾ. വാട്ട് യു മീൻ ബൈ ദിസ് ഡൈഹിഡ്രൽ ആംഗിൾ? മക്കളെ, നിങ്ങൾ ഈ ഹാഫ് ഓപ്പൺഡ് ബുക്ക് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞ് കണ്ടപ്പോൾ അതിൽ രണ്ട് പ്ലെയിനുകൾ കണ്ടു ഇല്ലേ? ഇതല്ലേ ആ രണ്ട് പ്ലെയിനുകൾ അല്ലേ? ഈ പ്ലെയിനിലല്ലേ ഒരു OH ബോണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നത്? ഈ പ്ലെയിനിലല്ലേ അടുത്ത OH ബോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നത്? അപ്പോൾ ഈ രണ്ട് പ്ലെയിനുകൾ നിങ്ങൾ കണ്ടു. ഈ പ്ലെയിനുകൾക്ക് ഇടയിലുള്ള ആംഗിളിനെയാണ് ഡൈഹിഡ്രൽ ആംഗിൾ എന്ന് വിളിക്കുന്നത്. ഈ രണ്ട് പ്ലെയിനുകൾക്കും ഇടയിലുള്ള ആംഗിളാണ് ഡൈഹിഡ്രൽ ആംഗിൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നോക്ക്, ഈ രീതിയിൽ ഞാൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ ഡൈഹിഡ്രൽ ആംഗിൾ? 90 ഡിഗ്രി എന്ന് പറയാം അല്ലേ? ഇങ്ങനെയാണ് ഞാൻ പിടിച്ചിട്ടുള്ളതെങ്കിലോ ഡൈഹിഡ്രൽ ആംഗിൾ ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെ ഞാൻ പിടിച്ചാലോ ഡൈഹിഡ്രൽ ആംഗിൾ ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു വാട്ട് ഈസ് മെൻ ബൈ ദിസ് ഡൈഹിഡ്രൽ ആംഗിൾ. ക്ലിയറായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ കുറേ പേര് ചോദിക്കും, സർ ഈ ബോണ്ട് പാരാമീറ്റേഴ്സ് ഞങ്ങൾ പഠിച്ചു വയ്ക്കേണ്ട കാര്യമുണ്ടോ എന്ന്. എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ തീർച്ചയായിട്ടും ഈ ബോണ്ട് പാരാമീറ്റേഴ്സ് പഠിച്ചു വയ്ക്കണം. കാരണം എൻട്രൻസ് എക്സാമിനേഷന് ചോദ്യം ചിലപ്പോൾ വരാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ അവർ പറയും ദ OO ബോണ്ട് ഇൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ ഗ്യാഷ്യസ് ഫേസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ OO ബോണ്ട് ലെങ്ത് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ സോളിഡ് ഫേസ്. ഈസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്? ഇങ്ങനെ ചോദ്യം വരും. അപ്പം നമുക്ക് ഈ ബോണ്ട് വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാം. എന്ത്? ഹൈഡ്രജൻ പെറോക്സൈഡിലെ OO ബോണ്ട് ലെങ്ത് ഗ്യാഷ്യസ് ഫേസിലാണ് കൂടുതൽ, ഏതിനേക്കാൾ? സോളിഡ് ഫേസിനേക്കാൾ. അതേസമയം ഡൈഹിഡ്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഏത് ഗ്യാഷ്യസ് ഫേസിലാണ് കൂടുതൽ, ഏതിനേക്കാൾ? സോളിഡ് ഫേസിനേക്കാൾ. ഇനി OH ബോണ്ട് ലെങ്ത് ആണെങ്കിലോ അത് സോളിഡ് ഫേസിലുള്ള ഹൈഡ്രജൻ പെറോക്സൈഡിനാണ് ഗ്യാഷ്യസ് ഫേസിലുള്ള ഹൈഡ്രജൻ പെറോക്സൈഡിനേക്കാൾ കൂടുതൽ. ഇനി OOH ബോണ്ട് ആംഗിൾ നോക്കുകയാണെങ്കിലോ അത് സോളിഡ് ഫേസിലുള്ളതിനാണ് ഗ്യാഷ്യസ് ഫേസിലുള്ളതിനേക്കാൾ കൂടുതൽ. ഇനി ഡൈഹിഡ്രൽ ആംഗിൾ നോക്കുകയാണെങ്കിലോ അത് ഗ്യാഷ്യസ് ഫേസിലാണ് സോളിഡിനേക്കാൾ കൂടുതൽ എന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരു പക്ഷേ ഫ്രെയിം ചെയ്യപ്പെടാം. അതുകൊണ്ട് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ സ്ട്രക്ചറൽ ആസ്പെക്ട്സ് പഠിച്ചു വയ്ക്കണം കേട്ടോ. ഓക്കെ, നൗ ലെറ്റ് us ഡിസ്കസ് അബൌട്ട് ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. റിഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു, ഈ ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. എന്ന് പറഞ്ഞാൽ ഓക്സിജൻ സാധാരണ കാണിക്കാറുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ ഏതാ? ഒന്നെങ്കിൽ 0 കാണിക്കും, അല്ലെങ്കിൽ -2 കാണിക്കും. അപ്പോൾ ഈ -1 എന്ന് പറയുന്നത് ഒരു ഇൻ്റർമീഡിയറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അല്ലേ? അപ്പോൾ -1 നിന്നും 0ലേക്കും പോവാം, -1 നിന്നും -2ലേക്കും പോവാം. -1 നിന്ന് 0ലേക്ക് പോകണമെങ്കിൽ ഇലക്ട്രോൺ കളയണം, ദാറ്റ് ഈസ് നോൺ ആസ് ഓക്സിഡേഷൻ. -1 നിന്ന് -2ലേക്ക് പോകണമെങ്കിൽ ഇലക്ട്രോണെ സ്വീകരിക്കണം, ദാറ്റ് ഈസ് വാട്ട് വി ആർ കോളിംഗ് ആസ് റിഡക്ഷൻ. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞ ആൾക്ക് ഓക്സിഡേഷന് പോകാനും റിഡക്ഷന് പോകാനും ചാൻസ് ഉണ്ട്. സോ ഇറ്റ് ക്യാൻ ആക്ട് ആസ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആസ് വെൽ ആസ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഹൈഡ്രജൻ പെറോക്സൈഡിനെ ഒരു ഓക്സിഡൈസിങ് ഏജൻ്റായിട്ടും റെഡ്യൂസിങ് ഏജൻ്റായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 8
റിയാക്ഷൻസ് ഉണ്ട്, 8 പഠിക്കണം. 8 റിയാക്ഷൻസിൽ 8 പഠിക്കണം. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ 1-2 ഞാൻ ഡിസ്കഷന് വേണ്ടി എടുക്കുകയാണ്. ലെറ്റ് us see the first one. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഓക്സിഡൈസിങ് ആക്ഷൻ കാണിക്കുന്നു ഇൻ അസിഡിക് മീഡിയം. Fe2+ എന്ന് പറഞ്ഞ ആൾ ആരായി മാറുന്നു നോക്കിയേ, Fe3+ ആയി മാറുന്നു. അപ്പോൾ Fe2+, ഫെറസിന് എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ സംഭവിച്ചു. ഫെറസിന് ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ നിന്ന് ഹൈഡ്രജൻ പെറോക്സൈഡിന് റിഡക്ഷൻ സംഭവിച്ചു. കാരണം ഇവിടെ ഓക്സിജൻ -1 ആണ്. ആ ഓക്സിജൻ ഇവിടെ എത്തിയപ്പോൾ എത്രയായി മാറി? പറ മക്കളെ. ഇവിടെ ഓക്സിജൻ -1 എന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിൽക്കുന്നു. അത് ഇവിടെ എത്തിയപ്പോൾ -2 എന്നായി മാറിയില്ലേ? അപ്പോൾ ഇവൻ എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ സംഭവിച്ചു. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ത് സംഭവിച്ചു? റിഡക്ഷൻ സംഭവിച്ചു. അപ്പോൾ അയൺ Fe2+ ആരാണ്? റെഡ്യൂസിങ് ഏജന്റ്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ആരാണ്? ഓക്സിഡൈസിങ് ഏജന്റ്. ഇസ് ദാറ്റ് ക്ലിയർ? ഈ രീതിയിൽ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സഹായത്തോടെ ഈ കൊടുത്തിരിക്കുന്ന 8 റിയാക്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്ത് മനസ്സിൽ വെക്കണം. ഓക്കെ. അപ്പോൾ ഓക്സിഡൈസിങ് ആക്ഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ അസിഡിക് മീഡിയം, റെഡ്യൂസിങ് ആക്ഷൻ ഇൻ അസിഡിക് മീഡിയം, ഓക്സിഡൈസിങ് ആക്ഷൻ ഇൻ ബേസിക് മീഡിയം, റെഡ്യൂസിങ് ആക്ഷൻ ഇൻ ബേസിക് മീഡിയം എന്ന് പറഞ്ഞ എല്ലാ കാറ്റഗറിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. നൗ ലെറ്റ് മീ ടെൽ യു അനദർ വൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റിയാക്ഷൻ ഇവിടെയുണ്ട്. ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട റിയാക്ഷൻ. ദിസ് വൺ, PBS, ലെഡ് സൾഫൈഡ്. ലെഡ് സൾഫൈഡ് ഹൈഡ്രജൻ പെറോക്സൈഡുമായിട്ടുള്ള ഈ റിയാക്ഷൻ ഇതെങ്ങനെയാണ് പരീക്ഷയ്ക്ക് വരിക? പഴയകാല ഓയിൽ പെയിൻറ്റിങ്സ് അതിൽ ലെഡ് ഓക്സൈഡ് ഉണ്ട്, PBO, ലെഡ് ഓക്സൈഡ്. ഇത് നിങ്ങൾ കുറച്ച് നാൾ പുറത്തെടുത്ത് വെച്ചാൽ when it is exposed, some black spots will appear on it. അതിന് മുകളിൽ ചില ബ്ലാക്ക് സ്പോട്ടുകൾ appeared ആവും, കറുത്ത കുത്തുകൾ. ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് ആ ബ്ലാക്ക് സ്പോട്ടുകൾ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതെങ്ങനെ ഉണ്ടായി? തേർഡ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് അതിനെ തിരിച്ചെങ്ങനെ വൈറ്റ് ആക്കി മാറ്റാം? ഇപ്പോൾ 3 ചോദ്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പഴയകാല ഓയിൽ പെയിൻറ്റിങ്സ് കുറച്ച് നാൾ പുറത്തെടുത്ത് വെച്ചാൽ when it is exposed അതിൽ ചില ബ്ലാക്ക് സ്പോട്ടുകൾ പ്രത്യക്ഷപ്പെടുന്നു. ആ ബ്ലാക്ക് സ്പോട്ടുകൾ ആരാണ്? അതെങ്ങനെയുണ്ടായി? അതിനെ തിരിച്ചെങ്ങനെ വൈറ്റ് ആക്കി മാറ്റാം? ഈ 3 ചോദ്യങ്ങളാണുള്ളത്. ചോദ്യത്തിനുള്ള ഉത്തരം കേട്ടോളൂ. പഴയകാല ഓയിൽ പെയിൻറ്റിങ്സിൽ ലെഡ് ഓക്സൈഡ് ഉണ്ട്, PBO. ഇത് പുറത്തെടുത്ത് വയ്ക്കുമ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള ഹൈഡ്രജൻ സൾഫൈഡ്, ചീഞ്ഞ കോഴിമുട്ടയുടെ സ്മെല്ലുള്ള ഗ്യാസ്, ഹൈഡ്രജൻ സൾഫൈഡ്, അതുമായി കമ്പൈൻ ചെയ്തിട്ട് ലെഡ് ഓക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ലെഡ് സൾഫൈഡായി മാറും, PBS, വിച്ച് ഈസ് ബ്ലാക്ക് ഇൻ കളർ. അപ്പോൾ ഈ PBS ആണ് മക്കളെ ബ്ലാക്ക് കളറിന് കാരണക്കാരൻ. ഇസ് ദാറ്റ് ക്ലിയർ? PBS ബ്ലാക്ക് കളറായി മാറും. അപ്പോൾ ബ്ലാക്ക് സ്പോട്ടുകൾ ആരാന്ന് മനസ്സിലായില്ലേ? PBS ആണ് ആ ബ്ലാക്ക് സ്പോട്ടുകൾ. അതെങ്ങനെ ഉണ്ടായെന്ന് മനസ്സിലായില്ലേ? പഴയകാല ഓയിൽ പെയിൻറ്റിങ്സിൽ ലെഡ് ഓക്സൈഡ് ഉണ്ട്. ഇത് പുറത്തെടുത്ത് വയ്ക്കുമ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള ഹൈഡ്രജൻ സൾഫൈഡുമായി ചേർന്ന് ഇത് PBSനെ ഉണ്ടാക്കി. ഇനി ഇതെങ്ങനെ തിരിച്ച് വൈറ്റാക്കി മാറ്റാം? ഉത്തരം നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. വാഷ് ഇറ്റ് വിത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് വെച്ച് അത് വാഷ് ചെയ്താൽ മതി. സോ ദാറ്റ് ഹൈഡ്രജൻ പെറോക്സൈഡ് വിൽ ഓക്സിഡൈസ് ലെഡ് സൾഫൈഡ് ഇൻ ടു വൈറ്റ് കളർ ലെഡ് സൾഫേറ്റ്. സോ ദിസ് ഈസ് വൈറ്റ് ഇൻ കളർ. വൈറ്റ് കളറിലുള്ള ലെഡ് സൾഫേറ്റ് ആക്കി മാറ്റും. അങ്ങനെ ആ ബ്ലാക്ക് സ്പോട്ടുകളെ നിങ്ങൾക്ക് അപ്രത്യക്ഷമാക്കാം. ഐ ഹോപ്പ് ദി തിങ്സ് ആർ ക്ലിയർ. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ ഓൾ ഓഫ് യു ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്റ്റോറേജ്. ഹൈഡ്രജൻ പെറോക്സൈഡിനെ സ്റ്റോർ ചെയ്യേണ്ടത് എങ്ങനെ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഹൗ ക്യാൻ വി സ്റ്റോർ ഹൈഡ്രജൻ പെറോക്സൈഡ്? നിങ്ങൾക്കറിയാം ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്യുന്ന ഒരാളാണ്. ഇറ്റ് വിൽ ഡീകമ്പോസ് ഇൻ ടു വാട്ടർ ആസ് വെൽ ആസ് ഓക്സിജൻ. ഈ റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യുന്ന കാറ്റലിസ്റ്റുകളുണ്ട്. ഏതൊക്കെയാണത്? മെറ്റൽ സർഫസുകൾ വന്നാൽ, മെറ്റലിൻ്റെ പൊടിപടലങ്ങൾ വന്നാൽ, ട്രേസസ് ഓഫ് ആൽക്കലി വന്നാൽ, ഡസ്റ്റ് വന്നാൽ, മാഗ്നീസ് ഡയോക്സൈഡ് MnO2 വന്നാൽ, ലൈറ്റ് വന്നാൽ ഒക്കെ
ഈ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞ് പ്രത്യേകം ആലോചിച്ചോളൂ, ലൈറ്റ് വന്ന് വീണാൽ, മാഗ്നീസ് ഡയോക്സൈഡ് വന്നാൽ, മെറ്റൽ പാർട്ടിക്കിൾസ് വന്നാൽ, ആൽക്കലി വന്നാൽ, ഡസ്റ്റ് വന്നാൽ ഒക്കെ ഈ റിയാക്ഷൻ സ്പീഡപ്പ് ആവും. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിനെ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഡാർക്ക് കളേർഡ് ബോട്ടിൽസിൽ വേണം ഹൈഡ്രജൻ പെറോക്സൈഡ് സ്റ്റോർ ചെയ്യാൻ. ഇപ്പോൾ കാരണം മനസ്സിലായിട്ടുണ്ടാവും. ഡാർക്ക് കളേർഡ് ബോട്ടിൽസ് ആകുമ്പോൾ ലൈറ്റ് വരില്ലല്ലോ. ഇനി ബോട്ടിൽ നമ്മൾ ഓപ്പൺ ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി ഇറ്റ് ഷുഡ് ബി ക്ലോസ്ഡ്. കാരണം ഡസ്റ്റ് പാർട്ടിക്കിൾസോ മറ്റും അതിനുള്ളിലേക്ക് എൻ്റർ ചെയ്യരുത്. എൻ്റർ ചെയ്താൽ ദ റിയാക്ഷൻ വിൽ ബി എൻഹാൻസ്ഡ്. വേഗം തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്തിട്ട് വാട്ടറും ഓക്സിജനുമായി മാറും. ഓക്കെ, നൗ ഹൈഡ്രജൻ പെറോക്സൈഡിനെ ഗ്ലാസ് ബോട്ടിലുകളിൽ എടുക്കരുത്. ഗ്ലാസ് ബോട്ടിൽസ് എന്തുകൊണ്ടാണ് ഗ്ലാസ് ബോട്ടിൽസിൽ എടുക്കരുതെന്ന് പറയുന്നത്? ഗ്ലാസ് കണ്ടെയ്ൻസ് ആൽക്കലി. ലൈറ്റ് വരില്ല കേട്ടോ. അതിപ്പോൾ ഡാർക്ക് കളേർഡ് ഗ്ലാസ് ബോട്ടിലാക്കിയാൽ പിന്നെ ലൈറ്റ് വരില്ലല്ലോ. അപ്പോൾ ലൈറ്റ് അല്ല പ്രശ്നം. ഈ ഗ്ലാസ് എന്ന് പറഞ്ഞതിനകത്ത് ആൽക്കലി ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിനെ നിങ്ങൾ ഗ്ലാസ് ബോട്ടിലുകൾ എടുത്താൽ ഗ്ലാസ്സിലുള്ള ആൽക്കലിയുമായി ഹൈഡ്രജൻ പെറോക്സൈഡ് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ ഫാസ്റ്റ് ആവും. അപ്പോൾ ഗ്ലാസ് ബോട്ടിലുകൾ എടുക്കരുത്. പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിൽ വേണം എടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഗ്ലാസ് ബോട്ടിലിൽ തന്നെ എടുക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്ത് ഒരു വാക്സ് കോട്ടിംഗ് കൊടുക്കണം ഉള്ളിൽ. അങ്ങനെ ഉള്ളിലൊരു വാക്സ് കോട്ടിംഗ് കൊടുത്താൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചു വയ്ക്കുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡും ഗ്ലാസും തമ്മിലുള്ള കോൺടാക്റ്റ് ഈ വാക്സ് കോട്ടിംഗ് കട്ട് ചെയ്ത് കളയില്ലേ. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിന് ഗ്ലാസുമായി കോൺടാക്റ്റിൽ വരില്ല. അപ്പോൾ ഗ്ലാസ് ബോട്ടിലുകളിൽ എടുത്ത് വെക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു വാക്സ് കോട്ടിംഗ് കൊടുക്കണം. അത് കൂടാതെ ചില കാര്യങ്ങൾ കൂടി അവർ പറയുന്നുണ്ട്. ഹൈഡ്രജൻ പെറോക്സൈഡിനെ എടുത്തു വയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ഒരല്പം യൂറിയ എന്ന് പറഞ്ഞ കെമിക്കൽ ആഡ് ചെയ്യുക. ആൻഡ് ഇറ്റ് വിൽ ആക്ട് ആസ് എ സ്റ്റെബിലൈസർ. അതേപോലെ തന്നെ ഗ്ലിസറിൻ, അസിറ്റാനിലൈഡ് പോലുള്ള നെഗറ്റീവ് കാറ്റലിസ്റ്റുകൾ ആഡ് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ്. ഗ്ലിസറിൻ, അസിറ്റാനിലൈഡ്, ഫോസ്ഫോറിക് ആസിഡൊക്കെ ആഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ യൂറിയ, ഗ്ലിസറിൻ, അസിറ്റാനിലൈഡ്, ഫോസ്ഫോറിക് ആസിഡൊക്കെ ആഡ് ചെയ്ത് വെച്ചാൽ അവർ ഈ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ റിയാക്ഷനെ ഒരു പരിധി വരെ തടയും. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. യൂറിയ വിൽ ആക്ട് ആസ് എ സ്റ്റെബിലൈസർ ഫോർ ഹൈഡ്രജൻ പെറോക്സൈഡ് വൈൽ ഓൾ അതേഴ്സ് വിൽ ആക്ട് ആസ് എ നെഗറ്റീവ് കാറ്റലിസ്റ്റ് ഫോർ ദ റിയാക്ഷൻ. നേരത്തെ കണ്ടില്ലേ, ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്തിട്ട് വാട്ടറും ഓക്സിജനുമായി മാറുന്ന റിയാക്ഷൻ, അതിൻ്റെ നെഗറ്റീവ് കാറ്റലിസ്റ്റുകളായിട്ട് അവർ ആക്ട് ചെയ്തോളും. അപ്പോൾ റിയാക്ഷൻ്റെ വേഗത കുറയും. നെക്സ്റ്റ് ഈസ് യൂസസ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. എന്തിനൊക്കെ വേണ്ടിയാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യുന്നത്? ഇതൊരു നല്ല ബ്ലീച്ചിങ് ഏജൻറ്റാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഈസ് എ വെരി ഗുഡ് ബ്ലീച്ചിങ് ഏജൻറ്റ്. അപ്പോൾ കുറേ പേർ ചോദിക്കും ഹൈഡ്രജൻ്റെ ബ്ലീച്ചിങ് ആക്ഷൻ എങ്ങനെയാണെന്ന്. ഐ വിൽ എക്സ്പ്ലെയിൻ. ഹൈഡ്രജൻ പെറോക്സൈഡ് എങ്ങനെയാണ് ബ്ലീച്ചിങ് ആക്ഷൻ കാണിക്കണേന്ന് നോക്കിയോളൂ. ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്തിട്ട് വാട്ടറും നാസൻറ്റ് ഓക്സിജനും പുറത്തു വരും. ഓക്സിജൻ ഇൻ അറ്റോമിക് സ്റ്റേറ്റ്. ഈ നാസൻറ്റ് ഓക്സിജൻ കളേർഡ് സബ്സ്റ്റൻസുകളുമായി ചേരുമ്പോൾ അതെന്തായി മാറും? കളർലെസ് ആയി മാറും. So this is the bleaching action exhibited by hydrogen peroxide. So that is by oxidation. Oxidation പ്രോസസ്സിലൂടെയാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ബ്ലീച്ചിങ് ആക്ഷൻ കാണിക്കുന്നത്. Then you can see it is used as a mild disinfectant or we can call it as an antiseptic. ഈ നഖങ്ങൾക്കിടയിലെല്ലാം അഴുക്ക് അടിഞ്ഞുകൂടുന്ന സാഹചര്യങ്ങളിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നഖങ്ങൾക്കിടയിൽ നിന്നും ഡേർട്ട് ഇങ്ങനെ പതഞ്ഞ് പുറത്തേക്ക് വരും. അപ്പോൾ നഖങ്ങൾക്കിടയിലുള്ള വല്ല രോഗാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് സഹായിക്കും. ഹൈഡ്രജൻ പെറോക്സൈഡിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ നാസൻറ്റ് ഓക്സിജനാണ് ഇതിന് കാരണക്കാരൻ. ഈ നാസൻറ്റ് ഓക്സിജൻ രോഗാണുക്കളെ ഓക്സിഡൈസ് ചെയ്ത് കളയും, കത്തിച്ച് കളയും എന്നാണ് പറയുക. കത്തിച്ച് കളയുമെന്ന് ഞാൻ പറഞ്ഞത് കുറച്ച് ആലങ്കാരികമായിട്ടാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്സിഡൈസ് ചെയ്ത് കളയും എന്നാണ് അർത്ഥം. അല്ലാണ്ട് തീയും പുക ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കരുത്, ഉണ്ടാവില്ല. ഓക്കെ, ദെൻ മറ്റ് യൂസ് എന്തൊക്കെയാണ്? ഹൈഡ്രജൻ പെറോക്സൈഡിനെ നിങ്ങൾക്ക് ചില ഡിറ്റർജൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഡിറ്റർജൻറ്റിലേക്ക് ആവശ്യമായ കെമിക്കൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സോഡിയം പെർബോറേറ്റ്, സോഡിയം പെർകാർബണേറ്റ് പോലുള്ള കെമിക്കൽസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അതേപോലെ തന്നെ മറ്റു ചില കെമിക്കൽസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി ഹൈഡ്രോക്വിനോൺ, ടാർട്ടാറിക് ആസിഡ് പോലുള്ള കെമിക്കൽസിനും, ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡുകളിൽ യു ക്യാൻ സി സിഫലോസ്പോറിൻ പോലുള്ള കെമിക്കൽസ് ഉണ്ടാക്കാൻ വേണ്ടി ഒക്കെ ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ബ്ലീച്ചിങ് ഏജൻ്റായിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട യൂസ് ഇവിടെ കിടക്കുന്നു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്.
എൻവോൺമെൻറ്റൽ കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നൊരു ഭാഗമാണ് ഗ്രീൻ കെമിസ്ട്രി. ഗ്രീൻ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവോൺമെൻറ്റൽ പൊല്യൂഷൻ പരമാവധി തടയുക എന്ന കോൺസെപ്റ്റാണ് ഗ്രീൻ കെമിസ്ട്രിക്ക് ഉള്ളത്. അവരുടെ ഇഷ്ടപ്പെട്ട കോമ്പൗണ്ടാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. റീസൺ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ വാട്ടറും ഓക്സിജനും അല്ലേ ഉണ്ടാവുന്നത്. അവരാരും എൻവോൺമെൻറ്റിന് ഭീഷണി ഉണ്ടാക്കുന്ന സാധനങ്ങളല്ലല്ലോ. ആണോ? അല്ല. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് വെരി മച്ച് ഫേവറബിൾ ഇൻ ഗ്രീൻ കെമിസ്ട്രി ബിക്കോസ് ഇറ്റ്സ് എ വെരി മച്ച് ഇക്കോ ഫ്രണ്ട്ലി കെമിക്കൽ. ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കെമിക്കലാണ് ആര്? ഹൈഡ്രജൻ പെറോക്സൈഡ്. അതുകൊണ്ട് വലിയ തോതിൽ ഹൈഡ്രജൻ പെറോക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഒപ്പം ഹൈഡ്രജൻ പെറോക്സൈഡിന് ഒരു കാര്യം പറയാൻ മറന്നുപോയത്, ആൻറ്റിസെപ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ. ആൻഡ് റിമെമ്പർ, ആൻറ്റിസെപ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ പേര് പെർഹൈഡ്രോൾ എന്നാണ്. ഇറ്റ് ഈസ് മാർക്കറ്റഡ് ആസ് പെർഹൈഡ്രോൾ. ദാറ്റ് ഈസ് എ ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓക്കെ. സോ ഇതിന് ശേഷം വരുന്ന ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. ഹെവി വാട്ടറും അതേപോലെ തന്നെ ഹൈഡ്രജൻ ആസ് എ ഫ്യൂവലൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. സോ ദ എൻറ്റയർ ചാപ്റ്റർ ഹൈഡ്രജൻ ഈസ് നൗ ഓവർ. ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. ഇനി നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചാപ്റ്ററിൻ്റെ NCERT ക്വസ്റ്റ്യൻസ് ഒരെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു ന്യൂമറിക്കലായി തോന്നുന്ന ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാക്കിയൊന്നും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഓൾ ദോസ് ക്വസ്റ്റ്യൻസ് ആർ ബേസ്ഡ് ഓൺ തിയറി. ഡിസ്ക്രിപ്റ്റീവ് തിയറിയാണ്. അതിനകത്ത് ന്യൂമറിക്കൽസ് ഇൻവോൾവ് അല്ല. പക്ഷെ നമ്മൾ സം ബേസിക് കോൺസെപ്റ്റ് പോലുള്ള ചാപ്റ്ററുകളിൽ ന്യൂമറിക്കൽസേ ഉള്ളൂ. ഏതില്ല? തിയറി ഇല്ല. കംപ്ലീറ്റ് ന്യൂമറിക്കൽസ് ആണ്. എന്നാൽ ഈ ചാപ്റ്ററിൽ നേരെ തിരിച്ചാണ്. ന്യൂമറിക്കൽസ് പേരിന് മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും എന്താണ്? ഡീറ്റെയിൽഡ് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും എന്താ പറയുക, എഴുതിയിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതണം. പലപ്പോഴും കുട്ടികൾ പഠിക്കുന്ന ഒരു രീതിയുണ്ട്. എനിക്കറിയാം ആ രീതി എന്താണെന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് ഓഫ് ഹൈഡ്രജൻ വിത്ത് ആൽക്കലി മെറ്റൽസ്? ഇതെനിക്കറിയാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യരുത്. വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് ഓഫ് ഹൈഡ്രജൻ വിത്ത് ആൽക്കലി മെറ്റൽസ് എന്ന ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് നിങ്ങൾ അതിൻ്റെ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും 1 by 1 ആയിട്ട് എഴുതുക. അതെങ്ങനെ എഴുതണം? നിങ്ങൾ അസ്യൂം ചെയ്യുക, ഒരു പോയിൻ്റ് എഴുതിയാൽ 1/2 മാർക്കാണെന്ന് അസ്യൂം ചെയ്യുക. ഒരു പോയിൻറ്റിന് 1/2 മാർക്കാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ മനസ്സിൽ കരുതുക, ഇതൊരു 2 മാർക്കിൻ്റെ ചോദ്യമായി വന്നാൽ എത്ര പോയിൻ്റ് എഴുതണം? 4 പോയിൻ്റ് എഴുതണം. അപ്പോൾ സിമിലാരിറ്റീസിലും 2 എഴുതുക, ഡിസിമിലാരിറ്റീസിലും 2 എഴുതുക. ഇതൊരു 4 മാർക്കിൻ്റെ ചോദ്യമായാലോ? അപ്പോൾ 8 പോയിൻറ്റ്സ് എഴുതണം. അപ്പോൾ സിമിലാരിറ്റിയിൽ 4 എഴുതുക, ഡിസിമിലാരിറ്റിയിൽ 4 എഴുതുക. അത്തരത്തിൽ വളരെ എക്സ്പ്ലനേറ്ററി ആയിട്ട് തന്നെ നിങ്ങളിത് എഴുതി ശീലിക്കണം. ഇല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ഈ പാഠത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് എങ്ങനെ ആൻസർ ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. യു മസ്റ്റ് റൈറ്റ് ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻസ് ഇൻ ടു യുവർ നോട്ട്ബുക്ക്. ഏതെങ്കിലും ചോദ്യങ്ങളിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കെമിസ്ട്രിയിലെ വലിയൊരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് തന്നെ റിജൻ PSK ഉണ്ട്. ആരെ വേണമെങ്കിലും വിളിക്കാം, ഈവൻ എന്നെ വേണമെങ്കിലും വിളിക്കാം. ആൻഡ് യു ക്യാൻ ക്ലിയർ എനി ഡൗട്ട് റിഗാർഡിംഗ് ദിസ് ചാപ്റ്റർ ഹൈഡ്രജൻ. സോ മറ്റൊരു ചാപ്റ്ററുമായി നമുക്ക് പിന്നെ കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.